ഹായ്, വെൽക്കം ടു CC Plus. ഐ എം രേവതി ബാബു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ശൈലികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം നമുക്ക് നോക്കാം. ശൈലികൾ ഒരു സെന്റൻസ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനോട് ചേരുന്ന അർത്ഥം വരുന്നത് കണ്ടെത്തുന്നതാണ് ശൈലികൾ എന്ന് പറയുന്നത്, അല്ലേ? ഒരുപാട് ശൈലികൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ശൈലികൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ശൈലികളൊക്കെ അറിയാമായിരിക്കും അതിന്റെ അർത്ഥവും, പക്ഷെ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് പരീക്ഷയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പാടില്ലാത്തത് ഒരുപാടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ശൈലികളും അതിന്റെ അർത്ഥവും നോക്കാം. ആദ്യത്തെ ശൈലി ഏതാണ്? രോഗി ഇച്ഛിച്ചതും പാൽ, വൈദ്യൻ കൽപ്പിച്ചതും പാൽ. ഇതൊരു ശൈലിയാണല്ലേ. നമ്മൾ പല സിറ്റുവേഷനിലും ഈ ഒരു ശൈലി ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ടു പേരുടെയും ഇഷ്ടം ഒന്നാവുക എന്നതാണ്. എന്താണ്? രണ്ടു പേരുടെയും ഇഷ്ടം ഒന്നാവുക. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ, അല്ലെ? രോഗി എന്ന് പറയുമ്പോൾ രോഗിക്ക് ആ ഒരു വൈദ്യര് അല്ലെങ്കിൽ ഡോക്ടർ നൽകുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് എപ്പോഴും കയ്പുള്ളതായിരിക്കും, അല്ലെ? മധുരമുള്ളതല്ലായിരിക്കും, അല്ലെ? അപ്പൊ രോഗീനെയും ഡോക്ടറിനെയും അല്ലെങ്കിൽ രോഗീനെയും വൈദ്യനെയും അവിടെ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാവുക, ആ മരുന്നിന്റെ കയ്പ് അത് മധുരമാവുക എന്നുള്ള രീതിയിലുള്ള ഒരു അർത്ഥം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിബ്ലിങ്സ് രണ്ടുപേര്, ഒരു ചേട്ടനും അനിയനും ഒരുമിച്ച് ഒരു കടയിലേക്ക് പോയി എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം. ഒരു സാധനമേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോ രണ്ടുപേർക്കും രണ്ട് ഇഷ്ടങ്ങളാണുള്ളതെങ്കിൽ ഒരാൾക്ക് സങ്കടാവും, അല്ലെ? എന്നാൽ രണ്ടുപേരും ഉദ്ദേശിച്ചത് ഒരേ ഒരു സാധനമാണെങ്കിലോ അവർക്ക് സന്തോഷമായിരിക്കും, ഹാപ്പി ആയിരിക്കും, അല്ലെ? അപ്പൊ ആ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക. രോഗി ഇച്ഛിച്ചതും പാൽ, വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാവുക എന്ന അർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന ശൈലിയാണ്. നമ്മള് ഈ ഒരു ശൈലിയും എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ് അവൻ എന്ന് ആരെങ്കിലേക്ക് ഉദ്ദേശിച്ച് നമ്മൾ പറയാറുണ്ടല്ലേ. അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദയ കാണിക്കാത്തവൻ എന്നാണ്. ദയ കാണിക്കാത്തവൻ, യാതൊരു രീതിയിലുള്ള കരുണയോ ദയയോ ഇല്ലാത്തവരെയാണ് നമ്മൾ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് എന്താ? ഓണം കേറാമൂല. ഓണം കേറാമൂല അർത്ഥം കുഗ്രാമമാണ്, അല്ലെ? നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇന്റർനെറ്റോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് നല്ല രീതിയിൽ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ശരിയായ രീതിയിൽ ഇല്ലാതിരിക്കുക, അങ്ങനെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ പറയും, ഏത് ഓണം കേറാൻ മൂലയിലാ നിന്റെ വീട്, ഇവിടെ ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അതുപോലെ വലിയ രീതിയിൽ ഡെവലപ്മെന്റ്സ് ഒന്നും ആകാത്ത തരത്തിലുള്ള സ്ഥലങ്ങൾ, ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളെയൊക്കെ നമ്മൾ ഓണം കേറാൻ മൂല എന്നുള്ളൊരു ശൈലി കൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. അപ്പൊ കുഗ്രാമമാണ് അതിന്റെ അർത്ഥമായി വരുന്നത്. ഓണം കേറാ മൂല എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥമായി വരുന്നത് എന്താണ്? കുഗ്രാമമാണ്. വലിയ രീതിയിൽ ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള സ്ഥലങ്ങൾ, ശരിയായ രീതിയിൽ ഇന്റർനെറ്റോ അല്ലെങ്കിൽ റേഞ്ച്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ഇല്ലാത്ത സ്ഥലങ്ങളെ നമ്മൾ എപ്പോഴും ഓണം കേറാ മൂല എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. കുഗ്രാമമാണ് അതിന്റെ അർത്ഥമായി വരുന്നത്. നെക്സ്റ്റ്, ഹരിശ്രീ കുറിക്കുക. അർത്ഥം തുടക്കം കുറിക്കുക എന്നാണ്. ഹരിശ്രീ കുറിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കം കുറിക്കുക എന്നാണ്, അല്ലെ? നമ്മൾ ആദ്യമായി എഴുതുന്നത് ഹരിശ്രീ ആണല്ലേ. നമ്മൾ തുടക്കം കുറിക്കുന്നത് ഹരിശ്രീയിലൂടെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ആദ്യമായി നമ്മളെ ഹരിശ്രീ എഴുതിക്കുന്നത് മണലിലോ അല്ലെങ്കിൽ അരിയിലൊക്കെ നമ്മൾ ഹരിശ്രീ എന്ന് നമ്മളെ എഴുതിപ്പിക്കും. ആ തുടക്കം, നമ്മൾ ആദ്യമായി എഴുതുന്ന അക്ഷരം, ആദ്യമായി തുടക്കം കുറിക്കുന്നത് ഹരിശ്രീയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം എന്താണ്? തുടക്കം കുറിക്കുക എന്നത് തന്നെയാണ്. ഹരിശ്രീ കുറിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കം കുറിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. നെക്സ്റ്റ് എന്താ? കാട് കയറുക. നമ്മൾ പറയും, നീ അധികം കാട് കയറി സംസാരിക്കണ്ട, നീ അധികം കാട് കയറി പോവണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അധികം പറയുക, അധികം പറയണ്ട എന്നുള്ളതാണ്. അല്ലാതെ കാടും മേടും കയറി പോകണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു ശൈലിയാണല്ലേ. അധികം നീ കാട് കയറി ഒന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ അധികം പറയണ്ട, അധികം പറയുക. കാട് കയറുക എന്ന് പറഞ്ഞാൽ അധികം പറയുക എന്നതാണ് അർത്ഥം. നെക്സ്റ്റ് എന്താ? നെല്ലിപ്പലക കാണുക. എന്റെ നെല്ലിപ്പലക കണ്ടു ഞാൻ എന്നൊക്കെ നമ്മൾ പറയൂലേ ചില സിറ്റുവേഷനിൽ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു ശൈലി ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ശൈലി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവസാനം കാണുക എന്നതാണ്. അവസാനം കാണുക. നെല്ലിപ്പലക കണ്ടു എന്ന് പറഞ്ഞാൽ അവസാനം കണ്ടു എന്നാണ്, അല്ലെങ്കിൽ അവസാനം കാണുക എന്നതാണ് അർത്ഥമായി വരുന്നത്. നെക്സ്റ്റ് ശൈലി നമുക്ക് നോക്കാം. ദീപാവളി കുളിക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ
ഈ ക്വസ്റ്റ്യനൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. ശൈലികൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. അതിൽ ദീപാവലി കുളിക്കുകയൊക്കെ നമ്മൾ അധികം ഉപയോഗിക്കാത്ത ശൈലിയാണല്ലേ. അധികം ഉപയോഗിക്കാത്ത ശൈലി ആയതുകൊണ്ട് ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഇതിന്റെ അർത്ഥം ഇതാണെന്ന് പഠിച്ചു വെക്കണം. ഇതിനു മുമ്പേ പറഞ്ഞ കാട് കയറുക, ഹരിശ്രീ കുറിക്കുക, ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് അർത്ഥത്തിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ ഈ ദീപാവലി കുളിക്കുക നമ്മൾ അധികം കേൾക്കാത്തത് കൊണ്ടും നമ്മൾക്ക് അത്ര സിമിലർ ആയിട്ടുള്ളത് അല്ലാത്തത് കൊണ്ടും എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് അർത്ഥം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ദീപാവലി കുളിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ചിലവ് ചെയ്ത് ദരിദ്രനാകുക എന്നതാണ്. ആവശ്യമില്ലാതെ ചിലവ് ചെയ്ത് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ദൂർത്തടിക്കുക അല്ലെ. നമ്മളുടെ പണം ആവശ്യമില്ലാതെ ചിലവ് ചെയ്ത് നമ്മൾ ദരിദ്രനാവുക, ആവശ്യമില്ലാതെ ദൂർത്തടിക്കുക എന്ന് പറയുന്ന അർത്ഥമൊക്കെയാണ് ദീപാവലി കുളിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആവശ്യമില്ലാതെ ചിലവ് ചെയ്ത് ദരിദ്രനാകുക എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് കേളി കൊട്ടുക, അതും തുടക്കം കുറിക്കുക തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഹരിശ്രീ കുറിക്കുക എന്ന് പറഞ്ഞ തുടക്കം കുറിക്കുക എന്നതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് കേളി കൊട്ടുക. കേളി കൊട്ടുക എന്ന് പറയുന്നതും എന്താണ്, തുടക്കം കുറിക്കുക എന്ന അർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ് എന്താ, കുട്ടിച്ചോറാക്കുക. അത് നമുക്കറിയാം അല്ലെ. അവനത് കുട്ടിച്ചോറാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, നശിപ്പിച്ചു എന്നാണ്. നശിപ്പിച്ചു അർത്ഥം എന്താണ്, നശിപ്പിക്കുകയാണ്. കുട്ടിച്ചോറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടി അവൻ കുട്ടിച്ചോറാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, നശിപ്പിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഇതൊക്കെ ഓരോരോ ശൈലികളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ളതായിരിക്കും. കുട്ടിച്ചോറാക്കുക എന്ന് പറയുന്ന ശൈലിയൊക്കെ. ദീപാവലി കുളിക്കുകയാണ് ഇപ്പൊ ഇതുവരെ നോക്കിയതിൽ നമുക്ക് അത്ര സിമിലർ അല്ലാത്തത്. അപ്പൊ കുട്ടിച്ചോറാക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്, നശിപ്പിക്കുക എന്നതാണ്. ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ എന്താ, തക്ക മറുപടി നൽകുക എന്നതാണ്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിക്കും, അതിന് ഇരട്ടിയായിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കൂലേ. ചില ആളുകൾ നമ്മളോട് ഇങ്ങോട്ടേക്ക് ഒരുപാട് കാര്യം പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് തിരിച്ച് നല്ല രീതിയിൽ നല്ല മറുപടി അങ്ങോട്ട് കൊടുക്കും, ഇരട്ടി മറുപടി കൊടുക്കും. അതാണ് ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത്. ഉരുളക്കുപ്പേരി പോലുള്ള മറുപടി എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞതിന് ഇരട്ടിയായിട്ട് നമ്മൾ നൽകുന്ന മറുപടിയെയാണ് ഉരുളക്കുപ്പേരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തക്ക മറുപടി നൽകുക എന്നതാണ് ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം. നെക്സ്റ്റ് എന്താ, അജഗജാന്തരം. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ വലിയ 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 വ്യത്യാസം എന്നാണ്. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമാണ്. ഇതും അത്ര സിമിലർ ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. അജഗജാന്തരം വലിയ വ്യത്യാസം എന്നതാണ് അർത്ഥം. നെക്സ്റ്റ് ആലത്തൂർ കാക്ക. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആലത്തൂർ കാക്ക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണാവോ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിരിക്കും. ഓപ്ഷൻസിൽ നിന്ന് ഒരിക്കലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഓപ്ഷൻസും ഈ കൊടുത്തേക്കുന്ന ഈ ഒരു ശൈലിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ദീപാവലി കുളിക്കുക അല്ലെ, അത് നമുക്ക് ഒരിക്കലും അതിന്റെ ഉത്തരത്തിലേക്ക് ഓപ്ഷൻസിൽ നിന്ന് എത്താൻ പറ്റില്ല. പക്ഷെ കുട്ടിച്ചോറാക്കുക ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ളതെല്ലാം മനസ്സിലാക്കി വെക്കുക. ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാൽ ആശിച്ചു കാലം കഴിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആശിച്ചു കാലം കഴിക്കുന്നവനാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്നത്. ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിക്കുന്നവൻ. കാലുവാരുക, അത് നമുക്കറിയാലേ. കാലുവാരുക, കാലുവാരുക എന്ന് പറഞ്ഞാൽ ചതിക്കുക എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. കാലുവാരുക എന്ന് പറഞ്ഞാൽ ചതിക്കുക, ചതിക്കുക എന്ന അർത്ഥമാണ് കാലുവാരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താ, ചക്രം ചവിട്ടുക. ഇതും അതുപോലെ സിമിലർ അല്ലാത്ത ഒരു ശൈലിയാണ്. ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചക്രം ചവിട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ബുദ്ധിമുട്ടിപ്പിക്കുക. ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന അർത്ഥമാണ് ചക്രം ചവിട്ടിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ആനച്ചന്തം. ആനച്ചന്തം ആകപ്പാടെയുള്ള അഴകാണ്. ഈ ആനച്ചന്തത്തിന് ഈ അഴക് തന്നെ വെച്ചിട്ട് ഒരുപാട് ഓപ്ഷൻസ് തരും. അതിൽ ആകപ്പാടെയുള്ള അഴക് എന്നുള്ളതിൽ തന്നെ നിങ്ങൾ കറുപ്പിച്ചാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അത് തന്നെയാണ് അതിന്റെ ആൻസർ. ഈ അഴക് അല്ലെങ്കിൽ ഭംഗി, സൗന്ദര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ഓപ്ഷൻസ് തരും. അതിൽ ഉത്തരം ആകപ്പാടെയുള്ള അഴക്, ഇതേ വേർഡ്, ഇതേ സെന്റൻസ് തന്നെയായിരിക്കണം. അത് തന്നെയാണ് ഇതിന്റെ ആൻസർ. ആനച്ചന്തം എന്ന് പറയുന്നത് ആകപ്പാടെയുള്ള അഴക് എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ചെവി കടിക്കുക എന്ന് പറഞ്ഞാൽ രഹസ്യം പറയുക എന്നതാണ്. നമ്മളെപ്പോഴും ഒരാളോട് രഹസ്യം പറയുന്നത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചെവിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കും അല്ലെ, അത് രഹസ്യം പറയുന്നതാണ്. അപ്പൊ ചെവി കടിക്കുക എന്ന് പറഞ്ഞാൽ രഹസ്യം പറയുക. ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ഓപ്ഷൻസിൽ നിന്ന് കിട്ടും, പഠിച്ചില്ലെങ്കിലും കിട്ടും.
അപ്പോൾ രഹസ്യം പറയുക എന്നതാണ് ചെവി കടിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ചെമ്പ് തെളിയിക്കുക, പരമാർത്ഥം വെളിപ്പെടുത്തുക, സത്യം വെളിപ്പെടുത്തുക അല്ലെ. നമ്മളിപ്പോ വെള്ളി ആഭരണങ്ങള് അല്ലെങ്കിൽ നമ്മുടെ നിലവിളക്കൊക്കെ ക്ലാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് കഴുകി എടുക്കുമ്പോൾ അതിന്റെ പഴയ ആ തേജസ് അല്ലെങ്കിൽ ആ ഒരു ഭംഗി തിളക്കം കിട്ടും അല്ലെ. അതുപോലെ തന്നെയാണ് ചെമ്പ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു സത്യത്തെ, പരമാർത്ഥത്തെ കള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ മിഥ്യയിൽ നിന്ന് പുറത്തോട്ടേക്ക് ആ ഒരു സത്യത്തെ കൊണ്ടുവരിക എന്നതാണ് അർത്ഥമാക്കുന്നത്. ചെമ്പ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ചെമ്പാണ് കേട്ടോ. ചെമ്പ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ പരമാർത്ഥം അല്ലെങ്കിൽ സത്യത്തെ വെളിപ്പെടുത്തുക, സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരിക, തെളിയിക്കുക, അതാണ് അവിടെ അർത്ഥമായിട്ട് വരുന്നത്. ചെമ്പ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ പരമാർത്ഥം അല്ലെങ്കിൽ സത്യം വെളിപ്പെടുത്തുക. നെക്സ്റ്റ് ആണ് ദീപാളിക്കുക. നമ്മൾ നെക്സ്റ്റ് അല്ല മുന്നേ പറഞ്ഞിരുന്നു. എന്താണ് ദീപാളി കുളിക്കുക എന്നൊരു ശൈലി നമ്മൾ പറഞ്ഞിരുന്നല്ലേ. നമ്മൾ അനാവശ്യമായി ചെലവ് ചെയ്ത് ദരിദ്രനാകുക എന്നതാണ് ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് ദീപാളിക്കുക, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ദൂർത്തടിക്കുക എന്നതാണ്. ദീപാളിക്കുക എന്ന് പറഞ്ഞാൽ ദൂർത്തടിക്കുക, ദൂർത്തടിക്കുക, ദീപാളിക്കുക, ദൂർത്തടിക്കുക. നാന്തി കുറിക്കുക, അതും ആരംഭിക്കുക, തുടക്കം കുറിക്കുക എന്ന അർത്ഥം തന്നെയാണ്. കേളി കൊട്ടുക, ഹരിശ്രീ കുറിക്കുക, നാന്തി കുറിക്കുക, ഇതെല്ലാം തന്നെ ആരംഭിക്കുക, അതുപോലെ തുടക്കം കുറിക്കുക എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ്. നെക്സ്റ്റ് ആണ് ഊറ്റം പറയുക. ഊറ്റം കൊണ്ടു, ഞാൻ അതിൽ ഊറ്റം കൊണ്ടു എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസയാണല്ലേ. ആത്മപ്രശംസ, ആത്മപ്രശംസയാണ് ഊറ്റം പറയുക അല്ലെങ്കിൽ ഊറ്റം കൊള്ളുക. ഞാൻ അതിൽ ഊറ്റം കൊണ്ടു എന്നൊക്കെ നമ്മൾ സ്വയം പറയും. അത് ആത്മപ്രശംസയാണ്, ആത്മപ്രശംസ. നെക്സ്റ്റ് ഇലയിട്ട് ചവിട്ടുക, ഇലയിട്ട് ചവിട്ടുക. അറിഞ്ഞുകൊണ്ട് അപരാധം പറയുക എന്നതാണ് ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്കായിരിക്കും നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അല്ലെ. വീട്ടിലേക്കൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നത് സ്നേഹത്തോടെ ആയിരിക്കും. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ കൊടുത്ത ഇലയിൽ തന്നെ ചവിട്ടുക അല്ലെ. ഭക്ഷണമൊക്കെ കൊടുത്തു, വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തു, പക്ഷെ കൊടുത്തതിലൊന്നും ഒരു കാര്യവുമില്ല. അവരുടെ പ്രവൃത്തി നല്ലതല്ലായിരിക്കും. എല്ലാം ഞാൻ ചെയ്തു, പക്ഷെ സങ്കടപ്പെടുത്തുന്ന വേറൊരു കാര്യം പുറകേന്ന് കൊടുത്തെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമോ? നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ വല്ല വിലയും ഉണ്ടാവുമോ? നമ്മൾ ഒരുപാട് ഭക്ഷണം കൊടുത്തു എന്നാൽ ഇടയ്ക്കൂടെ കുറ്റം പറയുവാണ്. നമ്മൾ ഒരാൾക്ക് ഒരുപാട് ഭക്ഷണം കൊടുക്കുവാണ്, അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നു, അവന് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, പക്ഷെ ഇടയെന്ന് അവൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അവനിങ്ങനെ കുത്തി പറയുക, കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കുക. പറയുമ്പോൾ എന്താ, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുപോലുള്ളതൊക്കെ പുറകേന്ന് നെഗറ്റീവായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതാണ് ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ. കൊടുത്ത ഇലയിൽ തന്നെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നെഗറ്റീവായിട്ട് വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് അയാളെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും. അറിഞ്ഞുകൊണ്ട് അപരാധം പറയുക എന്നതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇലയിട്ട് ചവിട്ടുക, ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് അപരാധം പറയുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വനരോധനം. വനരോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും കേൾക്കാനില്ലാത്ത ആവലാതിയാണ്. ഒരുപാട് വിഷമങ്ങളും ആവലാതികളും ഒരു മനുഷ്യനുണ്ട്, പക്ഷേ അത് ആരും കേൾക്കാനില്ല. അതാണ് വനരോധനം. ആരും കേൾക്കാനില്ലാത്ത ആവലാതിയാണ് വനരോധനം എന്ന് പറയുന്നത്. ആരും കേൾക്കാനില്ലാത്ത വനരോധനം, അതാണ് വനരോധനം. ആരും കേൾക്കാനില്ലാത്ത വലിയൊരു വിഷമമായിരിക്കും. അപ്പൊ ആരും കേൾക്കാനില്ലാത്ത ആവലാതി, അതാണ് വനരോധനം. നെക്സ്റ്റ് ആണ് അക്കിടി പറ്റുക, അപകടം പറ്റുക. അതൊക്കെ നമുക്ക് പറയാം അല്ലെ. അവനൊരു അക്കിടി പറ്റി, അപകടം പറ്റി അല്ലെ. അപകടം പറ്റുക എന്നതാണ് അക്കിടി പറ്റുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ജാമ്പവാന്റെ കാലം, വളരെ പഴയ കാലം. ഇപ്പൊ ആരെങ്കിലും ഒരു വാച്ചൊക്കെ കെട്ടിക്കൊണ്ടു വന്നു, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങി, ഒരു കാറോ എന്തെങ്കിലും, ഇതൊക്കെ ജാമ്പവാന്റെ കാലത്തുള്ളതാണ്. ഇപ്പൊ അതൊക്കെയാണ് ട്രെൻഡ്. പക്ഷെ അപ്പൊ നമ്മൾ പഴയ സാധനങ്ങളാണെങ്കിൽ എന്താണ്? ജാമ്പവാന്റെ കാലത്തുള്ള സാധനമാണ് ഇത്, ജാമ്പവാന്റെ കാലത്തുള്ളതാണെന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പഴയ കാലത്തുള്ളതിനെയാണ് നമ്മൾ ജാമ്പവാന്റെ കാലം എന്നത് ഉദ്ദേശിക്കുന്നത്, എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജാമ്പവാന്റെ കാലം എന്ന് പറയുന്ന ശൈലി വളരെ പഴയ കാലം എന്നതാണ് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് എന്നാ? ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. അർത്ഥം നിവൃത്തി ഇല്ലാതെയായാൽ എന്തും ചെയ്യും എന്നതാണ്. പുല്ല് തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. മാംസാഹാരിയാണ് പുലി. അപ്പൊ പുല്ല് തിന്നാൻ സാധ്യതയില്ല. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ അത് ചെയ്യൂല, ഞാൻ ഇന്ന ഭക്ഷണം കഴിക്കൂല, ഞാൻ എൻ്റെ റൂമിൽ മാത്രമേ കിടക്കുള്ളൂ, എനിക്ക് ഇന്ന സാധനം മാത്രമേ ഇഷ്ടമുള്ളൂ എന്നൊക്കെ പറയുന്ന നമ്മള്
ചില സാഹചര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അതൊക്കെ കഴിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തടത്തും ചിലപ്പോൾ നമ്മൾ താമസിക്കും, ഇഷ്ടമില്ലാത്തവരുടെ കൂടെയും യാത്ര ചെയ്യും അല്ലേ. അത് നമ്മുടെ സാഹചര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്നത് ചെയ്യുള്ളൂ, ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിനോട് പൊരുത്തപ്പെടും എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അല്ലാതെ പുലി പോയി പുല്ല് തിന്നുന്നല്ല. പുലി ഓൾറെഡി ഒരു മാംസാഹാരിയാണ്, മാംസമാണ് കഴിക്കുന്നത്. പുല്ല് തിന്നെ നമുക്ക് പുല്ല് തിന്നുന്നത് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല അല്ലെ. പക്ഷെ സാഹചര്യം, ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇനി ഞാൻ കഴിക്കേയില്ല എന്ന് പറഞ്ഞ ആഹാരം പോലും നമ്മുടെ വിശപ്പായിരിക്കും നമുക്ക് അവിടെ മുഖ്യം. വിശപ്പാണ് ആദ്യത്തെ കാര്യം അല്ലെ. നമുക്ക് അത്രമാത്രം വിശക്കുമ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത ആഹാരം പോലും കഴിച്ചു പോകും. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ചെയ്യും എന്നതാണ് അവിടെ അർത്ഥമായിട്ട് വരുന്നത്. നിവൃത്തിയില്ലാതായാൽ എന്ത് കാര്യം വേണം നമ്മൾ ചെയ്യും, എന്തും ചെയ്യും എന്ന അർത്ഥമാണ് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ നോക്കിക്കൊണ്ടിരുന്ന ശൈലികൾ എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നല്ലേ. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ശൈലികൾ. ഒരുപാട് നമുക്ക് സിമിലർ ആയിട്ടുള്ള ശൈലികളെല്ലാം പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. പക്ഷെ ശൈലികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര സിമിലർ അല്ലാത്തതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമുക്ക് അറിയാൻ പാടില്ലാത്തത്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക, നല്ല രീതിയിൽ പഠിക്കുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ നമ്മുടെ LSS USSന്റെ എക്സാമിന്റെ പേര് മാറ്റി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലെ. CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം LP UP എന്നാക്കിയായിരുന്നു. അപ്പൊ നമ്മുടെ ഈ പുതിയ ബാച്ചിന്റെ, ഈ ഒരു കോഴ്സിന്റെ പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ചേരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. 9496949929 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് എല്ലാവരും തന്നെ കോണ്ടാക്ട് ചെയ്യുക. ഇനി അധിക സമയമില്ല പരീക്ഷയ്ക്ക്, ഇനിയും കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പൊ നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും. ഈ ഒരു ബാച്ചിലേക്ക് എല്ലാവരും തന്നെ അഡ്മിഷൻ എടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.